മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇന്നലെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. ആ റിപ്പോർട്ട് കൂടി കണ്ടുവരാം. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രത്യാശ പ്രകടിപ്പിച്ചു. ജനവികാരം മഹാവികാസ് അഘാടി സഖ്യത്തിന് അനുകൂലമാണെന്നും മഹാരാഷ്ട്രയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ചെന്നിത്തല പറഞ്ഞു. മഹാവികാസ് അഘാടി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി മഹായുതി സഖ്യം കോടികളാണ് ചിലവിടുന്നതെന്നും ഇതെല്ലാം അഴിമതിയിലൂടെ നേടിയതാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമം ബിജെപി തുടരുകയാണെന്നും ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ ദിവസം മുംബൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിൽ ജനപങ്കാളിത്തം കുറവായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. प्रधानमंत्री की रैली में बहुत कम लोग आए थे, भीड़ नहीं थे. लोग सुनने के लिए, प्रधानमंत्री को सुनने के लिए भी तैयार नहीं है. खाली कुर्सी था हर जगह पे. മോദി പ്രഭാവം ഇല്ലാതാവുകയാണെന്നും നുണകൾ കെട്ടി ജനങ്ങൾ മടുത്തെന്നും ചെന്നിത്തല വ്യക്തമാക്കി. क्योंकि लोग जानते हैं कितना झूठ बोलते रहते हैं. മഹായുതി സഖ്യത്തിൽ ആഭ്യന്തര കലകം രൂക്ഷമാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കാലങ്ങളായി വാഗ്ദാനങ്ങൾ നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ വഞ്ചിക്കുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മോദി സർക്കാരിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.